ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ VFAൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. എക്സാം വരുന്നത് സെപ്റ്റംബർ 19-നാണ്. അപ്പോൾ കൺഫർമേഷൻ എല്ലാവരും ജൂലൈ 12-ന് മുന്നേ തന്നെ എല്ലാവരും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ എന്താ ചോദിച്ചാൽ, എങ്ങനെയാണ് നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മൾ VFAക്ക് പഠിക്കേണ്ടത്. നമുക്ക് ഏകദേശം ഒരു 80-85 ദിവസത്തോളം നമുക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെ പഠിച്ചാലാണ് നമുക്ക് ആ ഒരു ലിസ്റ്റ് കയറാം, നമുക്ക് എങ്ങനെയാണ് ജോലി കിട്ടുക എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് ജൂൺ 26 മുതലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ജൂൺ 26 മുതൽ ഫസ്റ്റത്തെ ഫേസ് എന്ന് പറയുന്നത് ജൂൺ 26 മുതൽ ഓഗസ്റ്റ് 10 വരെ അല്ലേ. ഓഗസ്റ്റ് 10 വരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സിലബസ് സെറ്റാക്കി പോവാം. സിലബസ് എന്താ പറയുക, നമ്മൾ ഫോണിലുണ്ടായിട്ട് ഒരു കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് തന്നെ എടുക്കാം. ഓക്കെ, പ്രിൻ്റ് എടുത്ത് പഠിക്കുക. പിന്നെ എന്താ പറയുക, പ്രിൻറ്റും എടുക്കാം കേട്ടോ. നമ്മൾ ഫോണിലുണ്ടായിട്ട് ഒരു കാര്യമില്ല, നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് അത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ടിക്കറ്റ് പോവാം. അപ്പോൾ നമുക്ക് എന്താ അത്യാവശ്യം നമ്മൾ എന്തൊക്കെ ക്രാക്ക് ചെയ്തു, ഇനി എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളൊരു ഐഡിയ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ചിലതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ജസ്റ്റ് വെട്ടി പോയിട്ടുണ്ട്. അതേപോലെ മാർക്ക് ബേസ് ചെയ്ത് മാത്രം പഠിക്കാറുള്ളൂ, കാരണം ഹിസ്റ്ററി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. പക്ഷേ അതിന് ജസ്റ്റ് 5 മാർക്കിനേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മാർക്ക് ബേസ് ചെയ്ത് കണ്ട് മാത്രം പഠിക്കുക. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജൂൺ 26 മുതൽ ഓഗസ്റ്റ് 10 നമുക്ക് എന്ത് ചെയ്യും, ഒരു 45 ഡേയ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു 45 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം, സിലബസ് ബേസും സെറ്റാക്കാം. മാത്രമല്ല മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകണം. എന്നും നോക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം. ഒരു ദിവസം പഠിച്ചു പിന്നെ നമ്മൾ ഒരാഴ്ചക്കത്ത് നോക്കില്ല, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ പോവാം. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്, ഓഗസ്റ്റ് 11 മുതൽ സെപ്റ്റംബർ 5 വരെ നമുക്ക് വരുന്നത് റിവിഷനാണ്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാം. റിവിഷൻ അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ റിവിഷൻ ചെയ്യുക. അതേപോലെ നമ്മൾ ആ ഒരു 45 ഡേയ്സ് ഉണ്ടല്ലോ, അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ശനി ഞായർ നമ്മൾ വരുമ്പോൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. പിന്നെ വരുന്നത് എന്താണ്, സെപ്റ്റംബർ 5 മുതൽ 19 വരെ 18 വരെയാണ് കൂട്ടുന്നത്. അപ്പോൾ അത്രയും ദിവസം നമ്മൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നെഗറ്റീവ് മാർക്ക് മാക്സിമം കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അത്രയും ദിവസം. അതുപോലെ നമുക്ക് ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക് വരുന്നത് ആ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് പോവാം. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് SCERT ടെക്സ്റ്റ്. അത് നമ്മൾ 45 ഡേയ്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. SCERT ടെക്സ്റ്റ് ഫോക്കസ് ചെയ്യാം. മെയിനായിട്ട് 5, 7, 9, 8, 10 ആ ക്ലാസ്സുകളിലെ സയൻസ്, അതേപോലെ സോഷ്യൽ, ജിയോഗ്രഫി അങ്ങനത്തെ ടെക്സ്റ്റ് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.